ഹായ് ഹലോ ഹായ്. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിതാ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് 2 ദിവസം 3 ദിവസമല്ലേ 2 ദിവസം. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ വരുന്ന 1-2 ക്ലിപ്പുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് രാവിലെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ വണ്ടി കഴുകണമായിരുന്നു. അങ്ങനെ വണ്ടി കഴുകാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് പപ്പ കാച്ചിലെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, കാച്ചിൽ മുക്കഴങ്ങ് അതൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വൈകിട്ട് വന്നിട്ടിതാ ഒരു മാസം കഴിഞ്ഞു. അത്രേ 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഇതാ നാട്ടിലോട്ട് പോകാൻ വേണ്ടി ഇനി ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നാട്ടിലാണ്. അപ്പോൾ നമുക്ക് ട്രെയിൻ വരുന്നത് എത്ര മണിക്ക്? 7:45. നമ്മൾ രാവിലെ ഉച്ചയ്ക്കുള്ളതാണ് ചെയ്തിരുന്നത്. നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ക്യാൻസൽ ആയി പോയി. അങ്ങനെ നമ്മൾ പിന്നെ തൽക്കാലം രാവിലെ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ പോകാൻ പോകുന്നു. ഇപ്പോൾ ഇതാ സമയം 6:15 കഴിഞ്ഞു. പെട്ടെന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. നമ്മൾ ക്യാബിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. പിന്നെ സാധനങ്ങളെല്ലാം കിടപ്പുണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ബ്ലോഗ് വഴി കാണാം. ഇതന്നെ 10-11 ഓക്കെ അതായത് 10 ഓക്കെ ശരി അതൊക്കെ നാളെ ഗൈസ്, അങ്ങനെ പപ്പ നട്ട ഒരു കാച്ചലല്ലേ അപ്പോൾ കാച്ചിൽ. ഇതിൽ മുള്ളുണ്ടല്ലേ പപ്പ? പിന്നെ മുള്ളുണ്ടെന്ന് പറയണത്. ഓക്കെ, പപ്പ മുക്കഴങ്ങ് വെട്ടുമ്പം എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതിപ്പം കാച്ചിൽ. ഇത് ഈ മന്ത് വെട്ടണ സമയം തന്നെ. പപ്പ ഇത് എത്ര വർഷമായി നട്ടിട്ട്? ഇതാ 1 വർഷത്തെ ഇതുണ്ട്. ഇത് സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. വേറെ 2-3 പീസും കൂടെ കിട്ടിയാൽ ഞാൻ കിട്ടി, സാധനം കിട്ടി. കണ്ടോ ഇത്ര വലുത്. 1 വർഷത്തെ ഇതുണ്ട്. മണ്ണിനടിയിലൊക്കെ കിടന്നു. പണ്ടുള്ളവരുടെ മെയിൻ ആഹാരമാണിതെന്ന് പറയുന്നത്. അവർ കൃഷി ചെയ്ത് അവർ കഴിക്കുന്ന ആഹാരമാണ് കാച്ചിൽ, ഈ മധുരക്കിഴങ്ങ്, മുക്കിഴങ്ങ്. പിന്നെ വേറെ ഏതൊക്കെ കിഴങ്ങുണ്ടോപ്പാ?
ചെറുകിഴങ്ങ്, ചെറുകിഴങ്ങ്, ആ പൂവക്കിഴങ്ങ്, പൂവക്കിഴങ്ങ്, നനകിഴങ്ങ്, 2 പീസ് കിട്ടിയത് കണ്ടോ. ഇത് കാച്ചൽ. ഇനി മുക്കിഴങ്ങ് പപ്പ വെട്ടും, അപ്പോൾ അത് കാണിച്ചു തരാം. അങ്ങനെ ചേട്ടൻ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഷുട്ടാപ്രിയ നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇന്നലെ ഞങ്ങൾ TVS പോയിരുന്നു. ബാക്ക് ടയർ കംപ്ലൈൻ്റ് ഇത് നല്ല തേഞ്ഞ് കംപ്ലൈൻ്റായി, 2 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ പിന്നെ ബാക്ക് ടയറൊക്കെ മാറ്റി വണ്ടി ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തു. അങ്ങനെ ഇത് കാച്ചലിൻ്റെ വിത്തെടുക്കാൻ വേണ്ടിയിട്ട്, പുതിയത് നടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം അല്ലേ കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗമാണ് വിത്തായിട്ട് ഇനി നടാൻ പോകുന്നത്. ഇതിനി അടുത്ത വർഷമല്ലേ അടുത്തെടുക്കാൻ പോണേ. ഇത് വേരൊക്കെ ഒരുപാടുണ്ട്, മൂടുണ്ട്. ഇതിൻ്റെ ഈ വള്ളി പടർപ്പ് ഇങ്ങനെ ഞങ്ങളിതാ ഇതിലോട്ട് ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. ഇതെന്തോ വെറ്റില്ലേ, എന്ത് അയണിയുടെ കൂടെ. പക്ഷേ ഇതും വിട്ടിട്ടുണ്ടല്ലേ, കുരുമുളകിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് ഇതിൻ്റെ വള്ളി ഇങ്ങനെ പടർത്തി അങ്ങ് മുകളിൽ വരെ പോയിട്ടുണ്ടോ, അറ്റം വരെ ഉണ്ടോ. ഇത്രയും വലിയ മരം അതിൻ്റെ മുകളിൽ വരെ പോയിട്ടുണ്ട്. അറ്റം വരെ നമ്മളിതിൻ്റെ വള്ളി ഇങ്ങനെ പടർത്തി ഇട്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഇനി നടുമ്പോൾ അടുത്ത വർഷത്തേക്ക് ഇത് മതി. കാച്ചിൽ പപ്പ ഇനി വിത്ത് നടാൻ പോവണം. ആദ്യം നമ്മളൊരു കുഴി, നേരത്തെ നട്ട ആ കുഴി തന്നെയാണ്, അതിൽ ചാണകപ്പൊടി പിന്നെ ഉണങ്ങിയ പച്ചിലകൾ ഇതെല്ലാം ഇങ്ങനെ ഇടും. ഇതെല്ലാം ഇട്ട് മൂടിയിട്ട് നമ്മൾ അതിലാണ് നടുന്നത് കണ്ടോ. അതുപോലെ പച്ചിലയൊക്കെ ഇട്ട് പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത ആ വിത്ത് നട്ട് വയ്ക്കും. ഓക്കെ, ഇനി കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടും, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വിത്ത് വയ്ക്കും. ഇത് പ്ലാസ്റ്റിക് എടുത്ത് മാറ്റട്ടോ പാപ്പ. പ്ലാസ്റ്റിക് ഒന്നും വേണ്ട കേട്ടോ ഗൈസ്, അതൊന്നും നമ്മുടെ പ്ലാന്റ്സിന് നല്ലതല്ലല്ലോ. വിത്ത് ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇനി മണ്ണിടും. കേട്ടോ, മണ്ണിട്ട് കുറച്ച് ഭാഗം അത് മുകളിൽ കാണണം അല്ലേ, എങ്കിലും അതിന് സൂര്യ വെളിച്ചമൊക്കെ കിട്ടി അതിങ്ങനെ വളർന്ന് വരത്തുള്ളൂ. ഉണ്ടോ, ഇത്രയും ഭാഗം ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കുറച്ച് ഭാഗം കാണിച്ചതിന് ശേഷമാണ് നടുന്നത്. ഇതിനി അടുത്ത വർഷം എടുക്കുള്ളൂ അല്ലേ. അടുത്ത വർഷം പപ്പ ഇതുപോലെ എടുക്കും. കാച്ചിൽ പിന്നെ ഉള്ളത് ഇനി എന്തോ മധുരക്കിഴങ്ങ്, മുക്കിഴങ്ങും കൂടെ ഉണ്ട്. ആ ചേട്ടൻ കൈമാറിയിട്ടുണ്ട്. അങ്ങനെ മുക്കിഴങ്ങ് എടുക്കുന്നത് ചേട്ടനാണ്. പപ്പ ചെയ്യുന്നതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി പോയതാ. പാവം കുട്ടി ഇല്ലേ. ചേട്ടാ മുക്കിഴങ്ങ് കഴിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ പപ്പ എടുക്കും, പക്ഷെ ഞാൻ കൂടുതൽ കഴിക്കുന്ന കാച്ചില. മുക്കിഴങ്ങിൽ മുള്ളുണ്ടല്ലേ, ചെറിയ മുള്ളുണ്ടല്ലേ മുക്കിഴങ്ങിൽ, വള്ളിയിലുണ്ടല്ലേ. അങ്ങനെ ഇത് പണ്ട് മുതലേ ഞങ്ങളുടെ ഇവിടെ പപ്പയ്ക്ക് മുന്നേ ഇവിടെ അച്ചാച്ചനാണ് ഇതൊക്കെ ചെയ്യുന്നത്. പപ്പയ്ക്ക് മുന്നേ ഇതൊക്കെ ചെയ്യുന്നത് അച്ചാച്ചനായിരുന്നു. അച്ചാച്ചന് ഇത് സ്ഥിരം ഈ പ്ലേസിൽ തന്നെയാണ് ഇത് കാച്ചിൽ നടുന്നതും മുക്കിഴങ്ങൊക്കെ നടുന്നത്. അച്ചാച്ചനൊരു ആരോഗ്യ പ്രശ്നമൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ പപ്പയാണ് ചെയ്യുന്നത്. ഈ കാച്ചിലും മുക്കിഴങ്ങൊക്കെ നടുന്നതും അത് പിന്നെ 1 വർഷം കഴിഞ്ഞ് അതെടുക്കുന്നതും എല്ലാം പപ്പയാണ്. അങ്ങനെ മുക്കിഴങ്ങിൻ്റെ ഒരു ചെറിയൊരു പീസ് ഒരു കഷ്ണം ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി വലുത് കാണുമെന്ന് വിശ്വസിക്കാം. ഇനി ബാക്കി നോക്കട്ടെ. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുള്ള് കാണിച്ചു കൊടുക്ക്. ഇതാ ഒരെണ്ണം കിട്ടി. ഇതാണ് മുള്ളെന്ന് പറയുന്നത്.
ഇത് കയ്യിൽ കൊണ്ട് നല്ല രസമായിരിക്കും. വിഷമുണ്ടോ? പിന്നെ നല്ല നീളമുള്ള മുള്ളാണ്. നോക്കി ചെയ്യണേ. ഇതാണ് മുള്ള്. ഇവിടെ കണ്ടോ മുള്ള്. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് ഇച്ചിരിയും കൂടെ നല്ല സൈസിലുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷം ഞങ്ങൾ നല്ല വലുത് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഇതാ ഒരു സെക്ഷൻ കിട്ടി. ഇനി വലുതുണ്ടല്ലേ അതിൻ്റെ അടിയിൽ. അങ്ങനെ ചേട്ടനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ അത്ര വലിയ കുഴിയായി നോക്കിയേ. കുഴിച്ച് അങ്ങ് പോവും. കിഴങ്ങ് വർഗ്ഗമായതുകൊണ്ട് നല്ല ഉണ്ടോ വലിച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുക്കട്ടെന്നില്ല, ഒരു മിനിറ്റ്. ഉണ്ടോ നല്ല വലുത് അതിൻ്റെ അടിയിലിരിപ്പുണ്ട്. ഒക്കെ ഉണ്ടാക്കി പപ്പയ്ക്കും ചേട്ടനും എനിക്കും. അനിയനും ഉണ്ട്, അവന് കരോളൊക്കെ പാടാൻ പോയിട്ട് ഇങ്ങനെ ചെറിയൊരു സൗണ്ടിന് ചെറിയ പ്രശ്നം. അപ്പോൾ അവനും അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ കുടിക്കുമായിരിക്കും. പിന്നെ അങ്ങനെ ഞാൻ ലൈമൊക്കെ സെറ്റ് ചെയ്തു. പപ്പയ്ക്കും ചേട്ടനും എനിക്കും കൂടെ നല്ല തണുപ്പ് ഐസൊക്കെ ഇട്ട് നല്ല അടിപൊളി ലൈമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട് സാധനം. എവിടെ? വാവ്, സൂപ്പർ. ഇതാ വലുത്. ഇനിയുണ്ടല്ലേ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇനി വലുതുണ്ടോ? ഓ, ഇനി വലുതൊരെണ്ണം കൂടെ ഇതായിരിപ്പുണ്ട്. ഉണ്ടോ? ഓ, അതോ അതിൽ കൊണ്ട് കിഴങ്ങിൽ വെട്ടുണ്ട്. അടുത്തൊരെണ്ണം കൂടെ കിട്ടി. കുഞ്ഞല്ലേ ഇത്? ഇനി വലുതുണ്ട് അല്ലേ? ഇനി വലുതാവുള്ള ചെറുതാ? അങ്ങനെ ഞങ്ങൾ ഏകദേശം എല്ലാമൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനിയും 1-2 തൈയൊക്കെ നിൽപ്പുണ്ട്. അതിനി അടുത്ത വർഷത്തേക്ക്. അങ്ങനെ പപ്പ ഇതാ ലാസ്റ്റ് എല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരെയാണ്. എടുത്ത കുഴികളെല്ലാം ഇങ്ങനെ മൂടി കൊണ്ടുവരണം. അത്രയേ ഉള്ളൂ. പിന്നെ എടുത്ത കിഴങ്ങുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആശാൻ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് എക്സാം ആയിരുന്നു? ഹിന്ദിയാ? എങ്ങനെ എഴുതി? എളുപ്പമുണ്ടായിരുന്നോ? ഇതാ എൻ്റെ മമ്മി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ടീച്ചറും കുട്ടിയും വന്നു. ടീച്ചർ ഇതാ വന്നു, കണ്ടോ? ഓക്കെ, നമ്മളെ കാച്ചിൽ മുക്കിഴങ്ങ് എല്ലാ ഐറ്റവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.